വേദനിക്കുന്നു അമ്മൂമ്മേ. കുളിക്കിട്ടുണ്ടാവും. ഈ കുഴമ്പിട്ട് 4 പ്രാവശ്യം ഒഴിഞ്ഞാൽ ഏത് ഉളുക്കും പമ്പ കടക്കും. ഒടിവുണ്ടാവാഞ്ഞാ മതി. എന്നാലും അവന്റെ ഒരു അഹമ്മതി. ഒന്നും അറിഞ്ഞോണ്ടല്ലോ. ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യോ അമ്മേ? അത് ശരിയാ. അല്ലെങ്കിൽ ആർക്കാ ഈ വീട്ടില് ബോധമുള്ളേ? ഞാൻ എന്തെങ്കിലും പറഞ്ഞ ആർക്കും ഇട്ട് പിടിക്കുകയില്ല. കയ്യൊന്നും കൊണ്ട് നിർത്തി. ആരോ വിളിക്കുന്നുണ്ടല്ലോ. ആരാണാവോ? എന്ത് പണിയാ രാധാടമ്മയെ കാണിച്ചത്? എന്താ എന്ത് പറ്റി? കുട്ടനെ ആരാ റോഡിലേക്ക് അടിച്ചു വിട്ടത്? അവിടെ വണ്ടികളൊക്കെ തല്ലിപ്പൊളിച്ച് വഴി ബ്ലോക്കായി കുറെ ആളുകളും കൂടിയിട്ടുണ്ട്. എന്താ എന്ത് പറ്റി? എന്നെ പുറത്തേക്ക് തുറന്നു വിട്ടു. റോഡിലാകെ ബഹളം. സാവിത്രി, നീ ഇതൊന്ന് സമാധാനിപ്പിക്കും. ഞങ്ങളൊന്ന് പോയി നോക്കിട്ട് വരാം. വാ, വന്നേ. ഒന്നും ഉണ്ടാവില്ല. ഒന്ന് മാറി. കുട്ടാ, കുട്ടാ, കുട്ടാ. ഞാൻ പറയുന്നത് കേട്ടോ. ഇതെങ്ങനെ സംഭവിച്ചു? ഇനി ഒരു കാരണവശാലും പുറത്തു പോകാൻ അനുവദിക്കരുത്. വേറെ പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. ഇനി ഒന്നുകൂട്ടി ചെയ്യാനുമില്ല. ആഹാ, വേണ്ടാത്ത പണി കാണിച്ച് ഇവിടെ വന്നിങ്ങനെ ഒളിച്ചു നിക്ക. ഇനി നീയായിട്ട് എന്തിനാ ബാക്കി വെക്കണേ? തുടങ്ങിക്ക അച്ഛനെ പോലെ. അമ്മമ്മേ, മാമോനെ നടക്ക്. അല്ല, അതിപ്പോ ഇവിടെ മാത്രമല്ല, കേരളത്തിന് വെളിയിൽ നിന്ന് കൊണ്ടുവരണുണ്ട്. ഞങ്ങൾ എന്നപ്പോ തന്നെ 2 കൂട്ടർ വന്നിരുന്നു. കണ്ടിട്ട് ഹിന്ദിക്കാരാണെന്ന് തോന്നുന്നു. ആ, കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാ. ഇനിയിപ്പോൾ വൈകിക്കാൻ പറ്റില്ല. അറ്റ കൈക്ക് ചിലപ്പോൾ അതന്നെ ചെയ്യേണ്ടി വരും. എന്നാ ഞങ്ങൾ ഇറങ്ങുക. ഒന്ന് ടൗൺ വരെ പോണം. ആയിക്കോട്ടെ. ആ, ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവുമല്ലോ. അത്യാവശ്യം വന്നാൽ വിളിപ്പിക്കും. നിങ്ങളൊക്കെ ഉള്ളൊരു സഹായത്തിന്. ഇല്ല, ഞങ്ങൾ ദൂരത്തെങ്ങും പോകുന്നില്ല. ഇവിടൊക്കെ തന്നെ ഉണ്ടാവും. ഓ, അമ്മേ, രാധേച്ചിക്ക് കാര്യങ്ങളൊക്കെ അറിയാമോ? എല്ലാം അറിയിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റിയ സാഹചര്യമാണോ ഇത്? കഴിഞ്ഞ ദിവസം അവളെ ഉപദ്രവിച്ചു. പോരാത്തതിന് റോഡിലിറങ്ങി പ്രശ്നങ്ങളായി. 3 സ്ത്രീകളും കുട്ടിയും മാത്രമുള്ള ആ വലിയ വീട്ടില് ഇനി അവനെ അങ്ങനെ ഇട്ടോണ്ടിരിക്കാൻ പറ്റില്ല. വല്ല അതിക്രമം കാട്ടിയാ ആരോട് പറയും? എന്തു ചെയ്യും? അതുകൊണ്ട് ഇനി ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. എന്നാലും അവളെ അറിയിക്കാതെ. നീ എന്തൊക്കെയായി പറയുന്നത്? ആർക്ക് വേണ്ടി അതൊക്കെ ചെയ്യുന്നത്? ഒരു കുട്ടിയുടെ അമ്മയാണെന്ന് വെച്ച് പ്രായത്തിലല്ലേ ആയിട്ടുള്ളൂ. അവൾക്കും വേണ്ടി ഒരു ജീവിതം. അതുകൊണ്ട് അത് തന്നെ ചെയ്യാൻ ഞാനങ്ങോട്ട് തീരുമാനിച്ചു. ഇല്ല, അത് മാത്രം ഞാൻ സമ്മതിക്കില്ല. പിന്നെ നീ എന്നാ നിരീക്ഷിക്കണേ? ആയുർവേദം, അലോപ്പതി, മന്ത്രം, തന്ത്രം. മോളെ, നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ല. ഞങ്ങളുടെയൊക്കെ കാലം കഴിഞ്ഞാൽ ഇത് നമ്മളായിട്ട് തുടക്കം കുറിക്കുന്ന ഒന്നുമല്ല. ബോംബെയിലും കൽക്കട്ടയിലുള്ള വലിയ വലിയ വീട്ടുകാർ ചെയ്യുന്നതാ. അപ്പൊ അതന്നെ അങ്ങോട്ട് ചെയ്യാനാണോ തീരുമാനം? പിന്നല്ലാതെ വേറെ എന്താ ഇപ്പൊ ചെയ്യാ?
ആശുപത്രി കൊണ്ടേ കിടത്താൻ അവൾ സമ്മതിക്കില്ല. ഇവിടെയിട്ടിങ്ങനെ കൊല്ലാക്കൊല ചെയ്യിക്കുന്നതിലും ഭേദം അവന്റെ ആത്മാവിനെങ്കിലും ബസ് കിട്ടട്ടെ. എന്നാ ഞാൻ ഇറങ്ങാം. എന്റെ ഈശ്വരാ. നീ അവളോട് സാവകാശം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. ആ, നല്ല മഴക്കൂള് കാണാനുണ്ട്. ഇതുവരെ നിന്റെ ഇഷ്ടപ്രകാരം എല്ലാം നടന്നു. ഇനിയെങ്കിലും ഞങ്ങൾ പറയുന്ന അനുസരിക്കും മോളെ. മോളെ ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ട് ശരിയായി ബോധം വരും. അതിനു മുമ്പ് വേണ്ടി വരികയാണെങ്കിൽ ആ ഗുളിക കൊടുത്തോളൂ. മോളെ